നിലമ്പൂരിന്റെ മുക്കിലും മൂലയിലും തെരഞ്ഞെടുപ്പാണ് ചർച്ച. എന്നാൽ തെരഞ്ഞെടുപ്പ് ഓളങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ലാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രാമങ്ങളുണ്ട് നിലമ്പൂരിൽ. ആദിവാസി വിഭാഗത്തിലുള്ളവർ മാത്രം താമസിക്കുന്ന ഇടങ്ങൾ. അതിൽ ഒരിടമാണ് മുണ്ടേരി ഫാമിനുള്ളിലെ ഊരുകൾ. നീന്തിയോ ചങ്ങാടത്തിലോ മാത്രം പോകാവുന്ന ഊരുകളിലെ കുറച്ച് യുവാക്കളെ ഞങ്ങൾ കാണാനിടയായി. അവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. തെരഞ്ഞെടുപ്പ് അവർ അറിഞ്ഞിട്ടുണ്ടോ? കണ്ടോളൂ. നിലമ്പൂർ മണ്ഡലത്തിലെ പോത്തുകല്ല് പഞ്ചായത്തിലുള്ള ഒരു ആദിവാസി ഊരിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മുണ്ടേരി ഫാമിനുള്ളിലാണ് ഈ ഊര്. ഇവിടെ 4 ഊരുകളാണുള്ളത്. തരിപ്പപ്പെട്ടി, വാണിയമ്പുഴ, ഇരുട്ടുകുത്തി, പിന്നെന്താ കുമ്പളപ്പാറ. അങ്ങനെ 4 ഊരുകളാണുള്ളത്. ഞങ്ങൾ ഇങ്ങനെ ഇതിൽ യാത്ര ചെയ്യുന്നു. വാർത്തകൾ എടുക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ 3 യുവാക്കളെ ഞങ്ങൾക്ക് കണ്ടു കിട്ടിയത്. സനീഷ്, ലിനേഷ്, അതുപോലെ കുട്ടൻ. ഇവിടെ ഇലക്ഷൻ നടക്കുന്ന അറിയോ? ഇല്ല. ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ആരായിരുന്നു നേരത്തെ MLA എന്നറിയോ? അൻവർ രാജിവെച്ചപ്പോ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട്. അതറിയില്ല. അറിയില്ല. അപ്പൊ സ്ഥാനാർത്ഥി ആരാന്നും സ്വാഭാവികമായിട്ട് അറിയില്ലല്ലോ അല്ലേ? ഇല്ല. ഇലക്ഷൻ നടക്കുന്ന ലിനേഷിന് അറിയായിരുന്നു? അറിഞ്ഞിട്ടേ ഇല്ല. പാർട്ടിയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? അത് ഞങ്ങളോട് നേരത്തെ പറഞ്ഞു. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം. അത് വീണ്ടും ക്യാമറയുടെ മുൻപിൽ ചോദിക്കുന്നില്ല. അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയക്കാരൊന്നും ഇങ്ങോട്ട് വരില്ല അല്ലേ? തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വോട്ട് വയ്ക്കാൻ വന്നിട്ടുണ്ട്? ആദ്യമൊക്കെ വരുമായിരുന്നു. ഇപ്പല്ല. അതായത് ഇവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത് പോലും അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ വോട്ടറല്ലേ? വോട്ട് ചെയ്തിട്ടുണ്ടോ മുന്നേ? ഇല്ല. 18 വയസ്സായി. ഇപ്പം തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഇതുണ്ടോ? പേരുണ്ടെന്ന് അറിയോ? പേരുണ്ട്. മോന്റെ പേരുണ്ടോ? പേരുണ്ട്. പക്ഷെ ഇതൊരു ആദ്യത്തെ വോട്ടാ. കന്നി വോട്ട് ചെയ്യേണ്ട ആളുകളാണ്. പക്ഷെ ഇവർക്ക് വോട്ട് നടക്കുന്ന കാര്യം അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. സനീഷും ലിനേഷും കുട്ടനും പൊട്ടിത്തെറിച്ച് നടക്കേണ്ട പ്രായമാണ് മൂവർക്കും. +1 ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ചവരാണ് സനീഷും ലിനേഷും. കുട്ടൻ 7ാം തരം വരെയേ പോയുള്ളൂ. 2019 പ്രളയം വന്നപ്പോൾ ആകെ പേടിച്ചു പോയ, ഏറ്റവും അധികം ഒറ്റപ്പെട്ടു പോയ ഒരു ജനതയുടെ പ്രതീകങ്ങളാണ് ഈ യുവാക്കൾ. +1 വരെ പഠിച്ചല്ലേ? പിന്നെന്താ പോകണ്ടിരുന്നത്? പ്രളയം വന്നിട്ട് പിന്നെ പോയില്ല. വീട്ടിലൊക്കെ സൗകര്യമൊന്നും ഇല്ലാണ്ടിരുന്നു അല്ലേ? പിന്നെ ഹോസ്റ്റലിലായിരുന്നു. പാലയമാടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നതേ, നിങ്ങളെ വീട് ഇപ്പൊ വീടുണ്ടോ? വീടില്ല. എന്ത് പറ്റിയതാ? പ്രളയം വന്നിട്ട് പോയതാണ് 2019. പിന്നെ വീട് ഉണ്ടാക്കിയിട്ടില്ല? ഇല്ല. നിങ്ങൾ എന്താ അപേക്ഷയൊക്കെ കൊടുത്തിരുന്നോ? എന്നിട്ടൊന്നും ആയില്ല. അതുപോലെ ലിനേഷ് +1 വരെ പോയിട്ടുണ്ട്. പിന്നെ പോയില്ല. ഇപ്പൊ വീടുണ്ടോ? വീടില്ല. വീട് പ്രളയത്തിൽ പോയതാ? പ്രളയത്തിൽ പോയതാ. അപ്പൊ എവിടെയാ താമസിക്കുന്നത്? ഇപ്പൊ കുന്നുംപുറത്ത്. ഷീറ്റ് ഇട്ടിട്ടുണ്ടോ? എത്ര ആളുണ്ട് വീട്ടില്? വീട്ടില് അമ്മ, അച്ഛൻ, അനിയത്തി, ഏട്ടൻ. ഇത്രയും 5 ആള് നിങ്ങൾ ഷീറ്റിലടിയിലാണ് താമസിക്കുന്നത്? സമീപകാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ ആരും ഇവിടെ വോട്ട് ചോദിച്ചു വരാറില്ല. എന്നാൽ ചെറുതല്ലാത്ത ഒരു വോട്ട് ബാങ്ക് ഉണ്ട് താനും. ഇവർ ഞങ്ങളോട് പറഞ്ഞ ഇവരുടെ രാഷ്ട്രീയം പരസ്യമാക്കുന്നില്ല. പാലമില്ലെങ്കിലും ചങ്ങാടത്തിലോ നീന്തിയോ മറ്റോ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഇവരുടെ ഊരുകളിൽ വരാം. ഇവരോട് വോട്ട് ചോദിക്കാം. ഇവർക്കൊപ്പം നിൽക്കാം. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, നിലമ്പൂർ.